ഇസ്ലാം പാഠശാല എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെ ഒരു പുണ്യകർമ്മമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് വ്യത്യസ്ത മതവിഭാഗങ്ങൾ, സാംസ്കാരിക ജനവിഭാഗങ്ങൾ എന്നിവർ പരസ്പരം അറിയാനും അറിയിക്കാനും ശ്രമിക്കുക എന്നുള്ളത്. സമൂഹങ്ങൾ തമ്മിലുള്ള അകൽച്ച കുറക്കാനും ഒരുപാട് തെറ്റിദ്ധാരണകൾ അകറ്റാനും ഇതുകൊണ്ട് സാധ്യമാകും എന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പ്ലൂരലിസം, ബഹുസ്വരത, ഈ ബഹുസ്വരതയ്ക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സംഭാവനയാണിത്. ഇതിൻ്റെ സംഘാടകരായ ആളുകളെയും ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതൊരു പുണ്യകർമ്മമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വിശ്വാസകാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇസ്ലാം മതത്തിലെ വിശ്വാസകാര്യങ്ങൾ. സാധാരണ ലോകത്ത് രണ്ട് തരം ആളുകളുണ്ട്. ഒന്ന് വിശ്വാസികളാണ്, മറ്റൊന്ന് അവിശ്വാസികളാണ്. വിശ്വാസികൾ, അവിശ്വാസികൾ. ഈ വിശ്വാസികൾ എന്ന് പറയുന്നത് ആരെയാണ്? വിശ്വാസികൾ എന്ന് പറയുന്നത് നമ്മുടെ ദൃഷ്ടികൾക്ക് ഗോചരമായ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിധേയമായ കാര്യങ്ങൾക്കപ്പുറവും ചിലതുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. തങ്ങളുടെ ദൃഷ്ടികൾക്ക് ഗോചരമായത് മാത്രമേ ഉള്ളൂ, പദാർത്ഥം മാത്രമേ ഉള്ളൂ, പദാർത്ഥത്തിനപ്പുറം ഒരു പരമാർത്ഥവുമല്ല എന്ന് മനസ്സിലാക്കുന്ന ആളുകളെ കുറിച്ച് വിശ്വാസികൾ എന്ന് പറയില്ല. വിശ്വാസികൾ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത, നമ്മുടെ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയാത്ത, നമ്മുടെ മൂക്കുകൊണ്ട് മണത്തറിയാൻ കഴിയാത്ത, നമ്മുടെ നാവ് കൊണ്ട് രുചിച്ചറിയാൻ കഴിയാത്ത, നമ്മുടെ തൊലി കൊണ്ട്, ത്വക്ക് കൊണ്ട് സ്പർശിച്ചറിയാൻ കഴിയാത്ത, അതായത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്ത ചിലതുണ്ട്. എൻ്റെ സ്വഭാവവും വ്യത്യാസമൊക്കെ ഉണ്ടാവും, അതിനനുസരിച്ച് വിശ്വാസികൾക്കിടയിൽ വൈവിധ്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ചിലതുണ്ട് എന്ന് വിശ്വസിക്കുന്നവരെയാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. അത് ഖുർആനിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പ്രപഞ്ചം രണ്ട് രൂപത്തിലാണുള്ളത്. പ്രപഞ്ചം രണ്ട് ഭാഗമാണ് പ്രപഞ്ചം. ഒന്ന് ആലമുൽ ഗൈബ് എന്ന് പറയും, അദൃശ്യ പ്രപഞ്ചം. രണ്ടാമത്തത് ആലമു ഷഹാദ, ദൃശ്യപ്രപഞ്ചം. പ്രപഞ്ചത്തിന് രണ്ടു ഭാഗങ്ങളുണ്ട്. നമ്മൾ ഒരു പാത്രം വെള്ളത്തിൽ ഒരു ഐസ് കട്ട എടുത്തിട്ടാൽ ഐസ് കട്ടയുടെ അല്പഭാഗം പൊങ്ങിക്കിടക്കും, ബാക്കി ഭാഗം വെള്ളത്തിനടിയിലായിരിക്കും കിടക്കുക. അപ്പോൾ കുറച്ചു ഭാഗം മുകളിലായിരിക്കും, കുറേ ഭാഗം അടിയിലായിരിക്കും. എന്നതുപോലെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്തെയാണ് നാം ദൃശ്യപ്രപഞ്ചം എന്ന് പറയുന്നത്. എന്നാൽ അതിന് വിഷയീഭവിക്കാത്ത, അതിന് വിധേയമാകാത്ത ലോകത്തിൻ്റെ മറ്റൊരു വശമുണ്ട്. ആ വശത്തെയാണ് നാം അദൃശ്യപ്രപഞ്ചം എന്ന് പറയുന്നത്. ഈ അദൃശ്യപ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ വിശ്വാസികളാണ്, അതിൽ അവിശ്വസിക്കുന്ന ആളുകൾ അവിശ്വാസികളാണ്. എങ്ങനെയാണ് നമുക്ക് വിശ്വാസികൾ അവിശ്വാസികൾ എന്ന ആളുകളെ വേർതിരിക്കാവുന്നത്, തരം തിരിക്കാവുന്നത്? ഇസ്ലാമിലെ വിശ്വാസകാര്യങ്ങൾ എന്താണ്? ഇസ്ലാമിലെ ഏറ്റവും മൗലികമായ വിശ്വാസം ഏക ദൈവ വിശ്വാസമാണ്. ഏക ദൈവ വിശ്വാസം. അത് നേരത്തെ ഉദ്ഘാടന പ്രസംഗന്റെ വാക്കുകളിൽ ഒരുപക്ഷെ വന്നു പോയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏക ദൈവ വിശ്വാസമാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള വിശ്വാസം. അപ്പോൾ നമ്മുടെ ദൃഷ്ടികൾക്ക് ഗോചരമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിനുപരിയായ ഒരു ശക്തിയുണ്ട്.
ആ ശക്തിയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്. ആ ശക്തി തന്നെയാണ് ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, പരിപാലിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ അവന്റെ മേൽനോട്ടത്തിലാണ് എന്നുള്ളതാണ് ഏകദൈവ വിശ്വാസത്തിന്റെ കാതലായ വശം. അപ്പോ ഈ വിശ്വാസം അവിശ്വാസത്തിൽ നിന്ന് വേർതിട്ട് നിൽക്കുന്നു എന്നതുപോലെ തന്നെ ചില വിശ്വാസങ്ങളിൽ നിന്നും ഇത് വേർപെട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചില വിശ്വാസങ്ങളിൽ നിന്നും ഇത് വേർപെട്ട് നിൽക്കുന്നുണ്ട്. ഒന്നാമത്, ബഹുദൈവ വിശ്വാസം അല്ല ഇത്, ഏക ദൈവ വിശ്വാസമാണ്. ഒന്നിലധികം ദൈവങ്ങളുണ്ട് എന്നാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. എന്തായിരുന്നാലും അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ദൈവമേ ഉള്ളൂ എന്ന വിശ്വാസമാണ്. അപ്പം ദൈവമില്ല എന്ന വിശ്വാസത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നത് പോലെ ഒന്നിലധികം ദൈവമുണ്ട് എന്നുള്ള വിചാരത്തിൽ നിന്നും ഈ വിശ്വാസം വേറിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ദൈവം ഈ പ്രപഞ്ചത്തിൽ നിലീനമാണ്. ദൈവം തന്നെയാണ് പ്രപഞ്ചം, പ്രപഞ്ചം തന്നെയാണ് ദൈവം. ഈ പ്രപഞ്ചത്തിന്റെ സത്താണ് ദൈവം എന്നൊക്കെയുള്ള ചിന്താഗതിയിൽ നിന്നും ഇത് വേർപെട്ട് നിൽക്കുന്നുണ്ട്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അദ്വൈതത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇസ്ലാമിലെ ഏകദൈവ വിശ്വാസം. അദ്വൈതമല്ല ഇസ്ലാമിലെ ഏകദൈവ വിശ്വാസം. അദ്വൈതം എന്ന് പറയുമ്പോൾ സ്രഷ്ടാവും സൃഷ്ടിയും, ദൈവവും സൃഷ്ടികളും, ദൈവവും പ്രപഞ്ചവും എന്ന രണ്ടില്ല, എല്ലാം ഒന്നാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് സാമാന്യമായി പറഞ്ഞാൽ. എന്നാൽ ഇസ്ലാമിലുള്ള ഏകദൈവ വിശ്വാസം ഈ അദ്വൈതത്തിൽ നിന്നും വേർപെട്ടു നിൽക്കുന്നു എന്നർത്ഥം. അത് വേറെ ഒന്നാണ്. അതായത് അവിശ്വാസമല്ല, ബഹുദൈവ വിശ്വാസമല്ല, അദ്വൈതവുമല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ്, ആ സ്രഷ്ടാവിൻ്റെ സൃഷ്ടി പ്രപഞ്ചം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് വളരെ വ്യക്തമായി പറഞ്ഞാൽ ഇസ്ലാമിലെ ഏക ദൈവ വിശ്വാസം എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഒരു അഭിപ്രായ ഭേദം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ കൃത്യമായി ഇന്നതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറയുന്നത്. ഏകദൈവം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിനുപരിയായ ഒരു ശക്തി. പ്രപഞ്ചത്തിനുപരി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഭാഷാപരമായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നും സ്ഥാനപരമായി ഉയർന്നു നിൽക്കുന്ന ആൾ, അപ്പോൾ ആകാശത്തിൻ്റെ ഏതോ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആൾ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഭാഷാപരമായി തോന്നാമെങ്കിലും അതല്ല ഉദ്ദേശിക്കുന്നത്. ഈ ദൃശ്യപ്രപഞ്ചം എന്ന നമ്മുടെ കൺമുന്നിലുള്ള, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമായിട്ടുള്ള ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായ, അതിനുപരിയായി നിൽക്കുന്ന, എല്ലാറ്റിനെയും നിയന്ത്രിക്കാൻ കെൽപ്പുള്ള, അചയ്യനായ ഒരു ശക്തിവിശേഷത്തെയാണ് ഗോഡ് അല്ലെങ്കിൽ ഈശ്വരൻ, ദൈവം എന്ന് ഇസ്ലാം പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. അറബി ഭാഷയിൽ അതിന് അല്ലാഹു എന്നാണ് പേര് പറയുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. ഈ പ്രപഞ്ചത്തിനുപരിയായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു സംവിധാനിച്ച് പരിപാലിച്ചു പോരുന്ന ആ ഏകനായ ഒരു സൃഷ്ടാവ് എന്നുള്ളതാണ് അല്ലാഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു എന്നത് നാം ആ ശക്തിക്ക് പറയുന്ന ഒരു പേരാണ്. ആ ശക്തി ഒരു പ്രത്യേക രൂപമുള്ളതാണ് എന്ന് പറയാൻ പറ്റില്ല. രൂപമുള്ളതല്ല ആ ശക്തി, അരൂപിയാണ് എന്ന് നമുക്ക് പറയാം. അരൂപിയായ ഒരു ശക്തിയാണ്. അതായത് ഏതോ ഒരു സ്ഥലത്ത് കസേരയിട്ട് കുത്തിയിരിക്കുന്ന, ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ, ഒരു വ്യക്തി എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഒരു പവർ, ഒരു ശക്തി എന്നുള്ള അർത്ഥത്തിലാണ് ശരിക്ക് ദൈവം ഉള്ളത് എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദൈവത്തിലുള്ള വിശ്വാസമാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം. ഈ വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമായ വിശ്വാസമാണ് ബഹുദൈവ വിശ്വാസം എന്ന് ഞാൻ പറഞ്ഞു. ഒന്നിലധികം ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുക. ഒന്നിലധികം ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെയാണ്
ദൈവത്തിൻ്റെ ഗുണങ്ങളിലോ ദൈവത്തിൻ്റെ അവകാശങ്ങളിലോ മറ്റാർക്കെങ്കിലും പങ്കാളിത്തമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നിലധികം ദൈവമുണ്ട് എന്നുള്ള വിശ്വാസത്തെ ഇസ്ലാം നിരാകരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഗുണങ്ങളിലോ ദൈവത്തിൻ്റെ അധികാരങ്ങളിലോ ദൈവത്തിൻ്റെ അവകാശങ്ങളിലോ മറ്റാർക്കെങ്കിലും പങ്കാളിത്തമുണ്ട് എന്നുള്ള കാഴ്ചപ്പാടിനെയും ഇസ്ലാം നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിലധികം ദൈവങ്ങളുണ്ട് എന്നുള്ള കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ദൈവമല്ലാത്ത ചില ശക്തികൾക്കും ദൈവത്തിനുള്ള ചില ഗുണങ്ങളുണ്ട്, ചില അധികാരങ്ങളുണ്ട്, ചില അവകാശങ്ങളുണ്ട് എന്നുള്ള കാഴ്ചപ്പാട് ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ ഷിർക്ക് ആണ്. ഷിർക്ക് എന്നാണ് അതിന് പറയുന്നത്. ഷിർക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം പങ്കാളി ആക്കുക എന്നാണ്. ദൈവത്തിൻ്റെ സത്തയിൽ പങ്കാളിയെ കൽപ്പിക്കുക, ദൈവത്തിൻ്റെ ഗുണങ്ങളിൽ പങ്കാളിയെ കൽപ്പിക്കുക, ദൈവത്തിൻ്റെ അധികാരങ്ങളിലോ അവകാശങ്ങളിലോ പങ്കാളിയെ കൽപ്പിക്കുക എന്നുള്ളതാണ് ഷിർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഷിർക്ക് എന്ന വാക്കിൻ്റെ മറുഭാഗത്ത് വരുന്ന വാക്ക്, അഥവാ ഇസ്ലാമിക വിശ്വാസത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വാക്ക് പറയുകയാണെങ്കിൽ അത് തൗഹീദ് എന്നാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകദൈവത്വം എന്നതാണ് അതുകൊണ്ട് മനസ്സിലാക്കപ്പെടുന്നത്. പക്ഷെ തൗഹീദ് എന്ന വാക്ക് വ്യാവഹാരികമായി നാം പറയുന്നുവെങ്കിലും ആ ഒരാശയ സമുച്ചയത്തെ പ്രതിനിധീകരിക്കുവാനുള്ള ഇസ്ലാമിലെ സാങ്കേതികമായ വാചകമുണ്ട്. ആ വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പോൾ സാധാരണ ബാങ്ക് കൊടുക്കുമ്പോഴും അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാകുമ്പോഴും പെരുന്നാൾ ദിവസമൊക്കെ നാം കേൾക്കുന്ന വാക്കുകളിൽ ഒരു വാക്കാണ്, വാചകങ്ങളിൽ ഒരു വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അവസാനത്തെ വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇടക്ക് 2 പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു വാക്കുകൂടിയുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ബാങ്കിന്റെ സമയത്ത് ആവർത്തിക്കുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനം ബാങ്ക് അവസാനിക്കുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകമാണ് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന ഒരു ആശയപ്രപഞ്ചം തന്നെയാണത്. ആ ആശയപ്രപഞ്ചത്തെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് ഇതിൻ്റെ ഭാഷാപരമായ അർത്ഥം? ലാ ഇലാഹ, ഒരു ദൈവവുമില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ. അല്ലാഹ് എന്ന വാക്ക് ഇലാഹ് എന്ന വാക്കിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നർത്ഥം വെച്ചോളൂ ഇപ്പൊ തൽക്കാലം. ആ ഇലാഹ് എന്ന വാക്കിനോടുകൂടി ഇംഗ്ലീഷ് ഭാഷയിൽ ദി ചേർന്നാൽ, ദി എന്ന വാക്ക് ചേർന്നാൽ ദി ഇലാഹ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് അറബിയിൽ ഇലാഹ് എന്ന വാക്കിനോടുകൂടി അൽ ഇലാഹ്. അൽ ഇലാഹ്, ഈ അൽ എന്ന വാക്ക് ദി എന്ന വാക്കിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അത് തന്നെയാണ്. ഇപ്പൊ അൽ എന്ന വാക്ക് പലപ്പോഴും നമുക്ക് പരിചയം ഉണ്ടാവും. അറബി വാക്കുകളോടൊക്കെ ചേർത്തുകൊണ്ട് അൽ ഷിഫ ഹോസ്പിറ്റൽ എന്ന് പറയും ചിലപ്പോൾ. ഈ അൽ എന്ന വാക്കിന്റെ അർത്ഥം ദി എന്നാണ്. അപ്പൊ അൽ ഇലാഹ് എന്നാണ്. അൽ ഇലാഹ്, ദി ഗോഡ്. ദി ഗോഡ് എന്നാണ് അൽ ഇലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അൽ ഇലാഹ് എന്ന വാക്ക് അതിൽ നിന്ന് ഒരു അക്ഷരം ഒഴിവാക്കി സൗകര്യപൂർവം അല്ലാഹ് എന്ന് പറയും. അൽ ഇലാഹ് എന്നതിലെ ഈ ഒഴിവാക്കിയിട്ട് അൽ ലാ എന്ന് പറയും. ഈ അല്ലാ എന്ന വാക്കാണ് അല്ലാഹ് എന്ന് ഉച്ചരിക്കുന്നത്. അല്ലാഹ് എന്ന് ഉച്ചരിക്കുന്നത്. സാധാരണ മലയാളത്തിൽ എഴുതുമ്പോൾ അല്ലാഹു എന്നാണ് എഴുതുന്നത്.
അൽ ഇലാഹു എന്നതിലെ ആ ഒരു ഇ എന്ന അക്ഷരം ഒഴിവാക്കിയിട്ട് അല്ലാഹു എന്നാണ്. ആ അല്ലാഹു ആണ് അറബി ഉച്ചാരണ ശൈലിയിൽ അല്ലാഹു ആയി വരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ അർത്ഥം പറയാം, ദി ഗോഡ് അല്ലാതെ വേറെ ഒരു ഗോഡ് ഇല്ല. ആ ഈശ്വരനല്ലാതെ ഒരു ഈശ്വരനുമില്ല. ആ യഥാർത്ഥ ദൈവമല്ലാതെ ഒരു ദൈവവുമില്ല എന്നുള്ളതാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന്റെ അർത്ഥം. ഇതിൽ മുസ്ലിങ്ങൾ അടക്കമുള്ള ആളുകൾക്ക് വലിയ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണ എന്താണെന്ന് ചോദിച്ചാൽ, അല്ലാഹു എന്നത് മുസ്ലിങ്ങളുടെ ഒരാരാധനാമൂർത്തിയുടെ പേരാണ്. അല്ലാഹു ഒഴികെ ദൈവമില്ലെന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുസ്ലിങ്ങൾ ആരാധനാമൂർത്തിയായി അംഗീകരിക്കുന്ന ആ ഒരു അല്ലാഹു അല്ലാതെ വേറെ ഒരു ദൈവവുമില്ല എന്നാണ്. ഈശ്വരൻ ദൈവമല്ല, ദൈവം ദൈവമല്ല, ഗോഡ് ദൈവമല്ല, ഖുദാ ദൈവമല്ല, യഹോവ ദൈവമല്ല, അതൊന്നും ദൈവമല്ല. ഒരൊറ്റ മുസ്ലിങ്ങളുടെ ആരാധനാമൂർത്തിയായിട്ടുള്ള അല്ലാഹു മാത്രമാണ് ദൈവമായിട്ടുള്ളവൻ എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചിലപ്പോൾ മുസ്ലിങ്ങളും വിചാരിക്കും, മറ്റുള്ളവരും വിചാരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കിന്റെ അർത്ഥം ഗോഡ്, ദി ഗോഡ് അല്ലാതെ ഗോഡില്ല, ഈശ്വരനല്ലാതെ ഈശ്വരനില്ല, ദൈവമല്ലാതെ ദൈവമില്ല എന്നുള്ള ഒരാശയമാണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കേണ്ടത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് ഉപരിയായ ഒരു ശക്തി, ആ ഒരു ശക്തി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, സംവിധാനിച്ചു, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അവനാണ് എല്ലാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ വശം എന്ന് പറയുന്നത്. അവൻ എന്തു പേര് പറയുന്നു എന്നത് ഒരു അടിസ്ഥാന പ്രശ്നമല്ല. അറബി ഭാഷയിൽ അല്ലാഹു എന്ന് പറയുന്നു എന്നുള്ളതാണ്. ഇത്രയേ അതിൽ അങ്ങനെ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ അല്ലാഹുവിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? ഒരു 45 മിനിറ്റിനകത്ത് വിശ്വാസകാര്യങ്ങളുടെ എല്ലാ വിശദാംശങ്ങളിലേക്കും നമുക്ക് പോകാൻ കഴിയില്ല. മാത്രമല്ല ഖുർആനിലെ വാചകങ്ങൾ ഉദ്ധരിക്കാനും ഇപ്പോൾ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല, അത് പിന്നീടാകാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ആ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഖുർആന്റെ കൺസെപ്റ്റ് എന്താണ്, ഖുർആൻ എന്താണ് അവതരിപ്പിക്കുന്നത്? ഒന്നാമതായിട്ടുള്ള ഒരാശയം, അല്ലാഹു അഥവാ സൃഷ്ടാവ്, നിയന്താവ്, സംരക്ഷകൻ, ആ ഈശ്വരൻ അനാദിയാണ് എന്നുള്ളതാണ്. അവൻ ഉണ്ടായതല്ല. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു 10,000 കോടി വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 40 ലക്ഷം കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ് ദൈവം എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടായതല്ല, അവൻ മുമ്പേ ഉള്ളവനാണ്, അനാദിയാണ്. അവന്റെ ഉത്ഭവം എന്ന് പറയാൻ കഴിഞ്ഞു. കാരണം അവൻ ഉത്ഭവിച്ചവനല്ല, അവൻ ഉള്ളവനാണ് എന്നുള്ളതാണ്, അനാദിയാണ്. അതുപോലെ ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ ആ ഒരു ശക്തിവിശേഷം അവസാനിച്ചു പോകും എന്നും കരുതേണ്ടതില്ല. അതുകൊണ്ട് അവൻ അനന്തനാണ്, അന്ത്യമില്ലാത്തവനാണ്. അപ്പോൾ ആദ്യമില്ലാത്തവനാണ്, അന്ത്യമില്ലാത്തവനാണ് അവൻ. കാരണം അവൻ ഉണ്ടായവനല്ല, അവൻ ഇല്ലാതാകാൻ പോകുന്നുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ സങ്കല്പം. അങ്ങനെയാണ് ഈശ്വരനുള്ളത് എന്നുള്ളതാണ്. രണ്ടാമത്തേത്, അവനാണ് സ്രഷ്ടാവ്. ഈ പ്രപഞ്ചത്തെ അവൻ സൃഷ്ടിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. പ്രപഞ്ചത്തെ അവൻ സൃഷ്ടിച്ചതാണ്, അവനാണ് സ്രഷ്ടാവ് എന്നുള്ളത്. മാത്രമല്ല സൃഷ്ടിച്ച് അവൻ ഒരു ഭാഗത്തടങ്ങിയിരിക്കുകയല്ല ചെയ്യുന്നത്. സൃഷ്ടി കഴിഞ്ഞു, ഇനി ലോകം തന്നെത്താൻ നോക്കട്ടെ എന്ന് വിചാരിച്ചൊഴിഞ്ഞു നിൽക്കുകയല്ല ചെയ്യുന്നത്. അവൻ ഈ സൃഷ്ടിപ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവൻ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ വ്യവസ്ഥക്ക് കീഴിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചില സന്ദർഭത്തിൽ വ്യവസ്ഥക്കുപരിയായി ഇടപെടാനുള്ള കഴിവും ഇടപെടാനുള്ള ശേഷിയും ഇടപെടുന്ന രീതിയും അവൻ സ്വീകരിച്ചു വരുന്നുണ്ട്. അങ്ങനെ
ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അവനാണ്. അതുകൊണ്ട് അവൻ നിയന്താവാണ് എന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവും അവൻ തന്നെയാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥവൻ അവനാണ്. അവനല്ലാതെ വേറെ ഒരാൾക്കും ഈ പ്രപഞ്ചത്തിന്റെ മേൽ ഉടമസ്ഥതയില്ല. മാത്രമല്ല അവൻ സർവജ്ഞനാണ്. ആ ശക്തിവിശേഷം, ആ സ്രഷ്ടാവ്, ആ സംരക്ഷകൻ, ആ ഈശ്വരൻ സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവനാണ്. നമുക്ക് ദൃശ്യം അദൃശ്യം എന്നിങ്ങനെ വേർതിരിവുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അദൃശ്യലോകവും അവന്റെ മുമ്പിൽ ദൃശ്യമാണ്. ഭൂതകാലം ഇപ്പോൾ നമ്മുടെ മുമ്പിലില്ല. കേട്ടറിവ് മാത്രമേ ഭൂതകാലത്തെക്കുറിച്ച് നമുക്കുള്ളൂ. ഭാവി നമ്മുടെ മുമ്പിൽ ഇപ്പോഴും വന്നു കഴിഞ്ഞിട്ടില്ല. നാം വർത്തമാനം മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ സ്രഷ്ടാവിൻ്റെ മുമ്പിൽ ഭാവിയെന്നോ വർത്തമാനമെന്നോ ഭൂതമെന്നോ വ്യത്യാസമില്ല. അവന്റെ മുമ്പിൽ എല്ലാം വർത്തമാനം തന്നെയാണ്, വർത്തമാനകാലം തന്നെയാണ്. വർത്തമാനകാലത്ത് നാം ഈ കാണുന്നതൊക്കെ നമ്മുടെ മുമ്പിൽ എത്ര ക്ലിയറായി നിൽക്കുന്നുവോ അതിനേക്കാൾ അപ്പുറം സൂക്ഷ്മമായി ഭൂതവും ഭാവിയും വർത്തമാനവും അവന്റെ മുമ്പിൽ തുറന്നുകിടപ്പാണ് എന്നുള്ളതാണ് ഖുർആൻ സ്രഷ്ടാവായ ഈശ്വരനെ സംബന്ധിച്ച് നൽകുന്ന മറ്റൊരു വിശേഷം. അതോടൊപ്പം അവൻ യുക്തി സമ്പൂർണനാണ്, അവൻ യുക്തിജ്ഞനാണ്. എന്ത് കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിലേ ചെയ്യും. ചിലപ്പോൾ ആ യുക്തി നമുക്ക് ബോധ്യപ്പെട്ടെന്നിരിക്കും, ചിലപ്പോൾ യുക്തി നമുക്ക് ബോധ്യപ്പെട്ടില്ല എന്നിരിക്കും. നമുക്ക് ബോധ്യപ്പെടാതിരിക്കുന്നതിനുള്ള കാരണം നമ്മൾ അല്പജ്ഞരായതുകൊണ്ടാണ്. സ്രഷ്ടാവ് സർവജ്ഞനും നമ്മൾ അല്പജ്ഞനുമായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ സ്രഷ്ടാവിൻ്റെ ചില യുക്തി മനസ്സിലായിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ്. യുക്തിമാനാണ് പടച്ചവൻ. മാത്രമല്ല അചയ്യനാണവൻ. അവനെ ജയിക്കാൻ അവന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും സാധ്യമല്ല. സൃഷ്ടികൾ മുഴുവൻ ശ്രമിച്ചാലും അചയ്യനായ ആ ശക്തിവിശേഷത്തെ ജയിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. മാത്രമല്ല അവൻ നീതിമാനാണ്. നീതിമാൻ, അൽ ആദിൽ എന്ന് പറയും, നീതിമാനാണ്. ചിലപ്പോൾ അവന്റെ നീതി നമുക്ക് ബോധ്യപ്പെട്ടില്ലെന്നിരിക്കും. കാരണം നാം വസ്തുതകളുടെ ഒരു വശം മാത്രം കാണുന്നവരാണ്, അല്ലെങ്കിൽ ചെറിയ ഒരു ഭാഗം മാത്രം കാണുന്നവരാണ് നാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതി ചിലപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടില്ല എന്നിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നു കിടപ്പുള്ള ഭൂതവും വർത്തമാനവും ഭാവിയും പരിഗണിച്ചുകൊണ്ട്, ദൃശ്യവും അദൃശ്യവുമായിട്ടുള്ള പ്രപഞ്ചങ്ങളെ പരിഗണിച്ചുകൊണ്ട് നോക്കുമ്പോൾ ദൈവം പൂർണ്ണമായും നീതിമാനാണ്. മാത്രമല്ല ദൈവം പ്രതിഫലം നൽകുന്നവനാണ്. നിങ്ങൾ നന്മ ചെയ്താൽ വെറും കൈയോടെ നിങ്ങളെ വിടുന്നവനല്ല ദൈവം. നിങ്ങൾക്ക് മതിയായ പ്രതിഫലം അവൻ നൽകും. മാത്രമല്ല മനുഷ്യനോട് അക്രമം കാണിക്കുകയും അനീതി ചെയ്യുകയാണെങ്കിൽ അതും വെറുതെ വിടാൻ വിചാരിക്കുന്നവനല്ല പടച്ചവൻ. മറിച്ച് അതിന് ശിക്ഷ നൽകുവാനും ദൈവത്തിന് കഴിയും. ദൈവം അതിന് തീരുമാനിച്ചിട്ടുണ്ട് എന്നും ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ദൈവം ആരാധിക്കപ്പെടേണ്ടവനാണ്. ആരാധനകൾ പല രൂപത്തിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവൻ, സത്യത്തിൽ ആരാധിക്കപ്പെടേണ്ടവൻ ഈശ്വരനാണ്, ദൈവമാണ്, അല്ലാഹുവാണ് എന്ന് ഖുർആൻ അവതരിപ്പിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈശ്വരൻ അവന്റെ സത്തയിൽ, അവന്റെ ഗുണങ്ങളിൽ, അവന്റെ അവകാശങ്ങളിൽ ഏകനാണ് എന്നുള്ളതും ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസത്തിൽപ്പെട്ടതാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് ഒരു ആദർശമാണ്, ഒരു അടിസ്ഥാന ആദർശമാണ്. ഈ ആദർശം ആദ്യം ഉൾക്കൊള്ളേണ്ടത് ഓരോരുത്തരുടെയും മസ്തിഷ്കമാണ്. മസ്തിഷ്കമാണ് ആദർശത്തെ ആദ്യം ഉൾക്കൊള്ളേണ്ടത്. മസ്തിഷ്കം ചിന്ത കൊണ്ട്, ബുദ്ധി കൊണ്ട് ആലോചിച്ച് അത് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കെ
അത് ഹൃദയത്തിലേക്ക് വരുന്നു. വ്യാവഹാരികമായ ഭാഷയിലാണ് മസ്തിഷ്കമെന്നും ഹൃദയമെന്നും ഞാൻ പറയുന്നത്. അതിൻ്റെ വേർതിരിവിൻ്റെ ശാസ്ത്രീയ മാനങ്ങളൊന്നും പരിഗണിച്ചുകൊണ്ടല്ല. അതായത് ബുദ്ധിപരമായി ദൈവത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിൽ പരിമിതപ്പെടുത്തുന്നില്ല, മറിച്ച് ആ വിശ്വാസത്തെ, ആ ആദർശത്തെ ഹൃദയത്തിൽ വൈകാരികമായി കൂടി സ്വീകരിക്കുകയാണ്. അപ്പൊ ചിന്തയും വികാരവും ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമാകുന്നു എന്നുള്ളതാണ് ഒരു മുസ്ലിമിൻ്റെ, ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് പറയുന്നത്. ഈ ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ അടിത്തറ. ഈ ദൈവത്തിൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇസ്ലാമിൻ്റെ സർവ സംഗതികളും ശരിക്ക് ഈ ഏക ദൈവ വിശ്വാസത്തോട് കോർത്ത് ഇണക്കിയിട്ടാണുള്ളത്. ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും ഇതോടുകൂടി. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ദൈവത്തെ ആരാധിക്കണം, ഈശ്വരനെ ആരാധിക്കണം. അപ്പൊ ആരാധനാപരമായിട്ടുള്ള വശം ദൈവവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു. എൻ്റെ കുടുംബം ആ ദൈവത്തിൻ്റെ ശാസനകൾ അനുസരിച്ചായിരിക്കണം പുലരേണ്ടത്. എൻ്റെ കുടുംബ ബന്ധം ദൈവത്തിൻ്റെ ശാസനകൾ അനുസരിച്ചായിരിക്കണം. അവിടെയും ദൈവവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു. സാമൂഹ്യ ഘടന ഈ ദൈവത്താൽ നൽകപ്പെട്ടിട്ടുള്ള മൂല്യങ്ങൾക്കനുസരിച്ചായിരിക്കണം കെട്ടിപ്പടുക്കേണ്ടത്. ദൈവിക മൂല്യങ്ങൾക്കനുസരിച്ചാണ് സാമൂഹ്യ ഘടന കെട്ടിപ്പടുക്കേണ്ടത്. ഇത് സാമൂഹ്യ വ്യവസ്ഥയും ഈ ഏകദൈവ വിശ്വാസവും തമ്മിലുള്ള ബന്ധമാണ്. സമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ സമ്പത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആ ഈശ്വരനാണ്. യഥാർത്ഥ ഉടമസ്ഥൻ ആ ഈശ്വരനാണ്. നമുക്കുള്ള ഉടമസ്ഥത എന്ന് പറയുന്നത് കേവലമായ ട്രസ്റ്റിഷിപ്പ് മാത്രമാണ്. ഒരു കൈകാര്യാധികാരം മാത്രമാണ് നമുക്ക് സമ്പത്തിലുള്ളത്. സമ്പത്ത് എങ്ങനെ സമ്പാദിക്കണമെന്നും എങ്ങനെ ചെലവഴിക്കണമെന്നും എങ്ങനെ കൈവശം വെക്കണമെന്നും ദൈവം പറഞ്ഞതിനനുസരിച്ചാണ് നാം ചെയ്യേണ്ടത്. കാരണം അത് ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് മുതലാണ്. ഒരു രാഷ്ട്രീയ വ്യവസ്ഥ ഉണ്ടാകുന്നുവെങ്കിൽ ആ രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ജനങ്ങളിൽ നീതി സ്ഥാപിക്കാനുള്ള നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ്. ഈ നിയമനിർമ്മാണത്തിൻ്റെ മൗലികമായ സ്രോതസ് ദൈവം തന്നെയായിരിക്കണം. ദൈവികമായ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിയമനിർമ്മാണം നടക്കേണ്ടത്. അപ്പോൾ ദൈവത്തെ നാം ആരാധിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് കുടുംബം പുലരണം. ദൈവത്തിൻ്റെ അഭിഷ്ടങ്ങൾക്കനുസരിച്ച് സാമൂഹ്യ ഘടന രൂപീകരിക്കപ്പെടണം. ദൈവത്തിൻ്റെ കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങളിൽ രാഷ്ട്രം നിലനിൽക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് സമ്പത്ത് സമ്പാദിക്കുകയും ചെലവഴിക്കുകയും വേണം. ദൈവം പറയുന്നത് പോലെ അത് കൈകാര്യം ചെയ്യണം. അപ്പോൾ ഈ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന, എല്ലാം അതുമായിട്ട് കൂട്ടിക്കൊളുത്തിക്കൊണ്ടാണുള്ളത് എന്നാണ്. അതുകൊണ്ടാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഈ വാചകത്തെക്കുറിച്ച് വിശ്വാസിയുടെ അടിസ്ഥാന ആദർശം എന്ന് നാം പറയുന്നത്. ബാക്കിയുള്ള എല്ലാ വിശ്വാസങ്ങളും ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, അതിൽ പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഈ ഒരു വിശ്വാസം അംഗീകരിക്കുന്നതോടുകൂടി, നമ്മുടെ മസ്തിഷ്കവും നമ്മുടെ ഹൃദയവും അംഗീകരിക്കുന്നതോടുകൂടി ഒരു വിശ്വാസിക്ക് അതുകൊണ്ടുണ്ടായിത്തീരേണ്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിലേക്ക് നമുക്ക് ചെറിയ ഒരു ഓട്ടപ്രദക്ഷിണം നടത്താം. എന്താണ് ഈ ശക്തമായ ഏകദൈവ വിശ്വാസം കൊണ്ടുള്ള ഗുണം എന്നതാണ്. ഇസ്ലാം ചില ഗുണങ്ങൾ അതുകൊണ്ട് വിഭാവന ചെയ്യുന്നുണ്ട്. ഈ ഗുണങ്ങളൊക്കെ കിട്ടും, അതുകൊണ്ട് ദൈവം ഒന്നേ ഉള്ളൂ എന്ന് വിശ്വസിക്കാവൂ എന്നല്ല. യഥാർത്ഥത്തിൽ ഒരു ഈശ്വരനേ ഉള്ളൂ, അതുകൊണ്ട് ഈശ്വരനിൽ വിശ്വസിക്കണമെന്നാണ്. പക്ഷെ അങ്ങനെ വിശ്വസിക്കുമ്പോഴുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അത് വിശ്വാസികളിൽ കാണുന്നുണ്ടോ കാണുന്നില്ലയോ അതൊക്കെ വേറെ കാര്യം. ഇസ്ലാം വിഭാവന ചെയ്യുന്നത് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുമെന്നാണ്. ചുരുങ്ങിയ രൂപത്തിലൊന്ന് പറയാൻ ശ്രമിച്ചു നോക്കാം. ഒന്നാമതായി,
ഒരു വിശ്വാസിയിൽ ഇതുണ്ടാക്കുന്നത് ഒരു വിശാല മനസ്കതയാണ്. വിശാല മനസ്കത, അതായത് പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ എന്നതിനർത്ഥം ഞാനും എൻ്റെ സമസൃഷ്ടങ്ങളായ മുഴുവൻ മനുഷ്യരും ആ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്നുള്ളതാണ്. ഒരു പോയിന്റിൽ ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും മതവിശ്വാസമുള്ളവനും മതവിശ്വാസമില്ലാത്തവനും ആ ഒരു പോയിന്റിൽ തുല്യരാണ്. അഥവാ എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടങ്ങളാണ്, ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്നുള്ള ഒരു വിചാരം ഈ വിശ്വാസിയിൽ, ഏകദൈവ വിശ്വാസിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മനുഷ്യർ മാത്രമല്ല, മനുഷ്യേതര ജീവികൾ, ജന്തുക്കൾ, തിര്യക്കുകൾ, സസ്യലതാദികൾ, നിർജീവ വസ്തുക്കൾ, വായു, വെള്ളം, ഭൂമി, ആകാശം തുടങ്ങി ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ചരാചരങ്ങളുണ്ടോ ആ ചരാചരങ്ങളെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ഞങ്ങളെല്ലാവരും ഈ പ്രപഞ്ചത്തിലെ സമസൃഷ്ടങ്ങളാണ് എന്നുള്ള ഒരു വിശാലതയുണ്ടായിത്തീരുന്നു എന്നുള്ളതാണ്. അതായത് ഏകദൈവ വിശ്വാസം ഒരു വിശ്വാസിയുടെ ഹൃദയത്തെ വിശ്വം പോലെ, പ്രപഞ്ചം പോലെ വിശാലമാക്കുന്നു എന്നുള്ളതാണ്. ഈ വസ്തുത ശരിയാം വണ്ണം മനസ്സിലാക്കാത്തവർക്ക് ചിലപ്പോൾ ഇങ്ങനെ തോന്നിയേക്കും, വിശ്വാസികൾക്ക് തന്നെ ഇങ്ങനെ തോന്നാം, എൻ്റെ ഹൃദയത്തിൽ അല്ലാഹുവിന് മാത്രമേ സ്ഥാനമുള്ളൂ, കാരണം അല്ലാഹു മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ, എൻ്റെ ഹൃദയം അത്രയും ചുരുങ്ങിയതാണ്, ഇവിടെ അക്കോമഡേഷൻ ഇല്ല, വേറെ ഒന്നിനെയും ഉൾക്കൊള്ളാൻ എനിക്ക് അക്കോമഡേഷൻ ഇല്ല എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. എന്നാൽ ഏകനായ ഒരു സ്രഷ്ടാവ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നതോടുകൂടി ആ സ്രഷ്ടാവിൻ്റെ മുഴുവൻ സൃഷ്ടികളും എൻ്റെ സമസൃഷ്ടങ്ങളാണ് എന്ന് വിചാരിക്കുവാനുള്ള ഒരു വിശാലതയാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. ഇത് ഒരു പോയിന്റാണ്. രണ്ടാമത്തെ പോയിന്റ്, ഇതിൽ വിശ്വസിക്കുന്ന ഒരാൾ ആത്മാഭിമാനിയായി മാറണം എന്നുള്ളതാണ്. ആത്മാഭിമാനിയായി മാറും. കാരണം എന്താന്ന് ചോദിച്ചാൽ, എനിക്ക് മുകളിൽ ദൈവത്തിൻ്റെയും എൻ്റെയും ഇടയിൽ വേറെ ആരുമില്ല. എനിക്കുപരിയായി ഒരാളേ ഉള്ളൂ, അത് ഈശ്വരനാണ്, അത് അല്ലാഹുവാണ്. അതിന് താഴെ വേറെ ഒരാളില്ല. അതുകൊണ്ട് വേറെ എത്ര വലിയവരാണെങ്കിലും, ഒരുപക്ഷെ പിന്നെ രാജാക്കന്മാരായിരിക്കാം, വലിയ വലിയ ധനാഢ്യന്മാരായിരിക്കാം, സാമൂഹ്യ പരിഷ്കർത്താക്കളായിരിക്കാം, പ്രവാചകന്മാരായിരിക്കാം, ആരുമായിരിക്കാം, പക്ഷെ മനുഷ്യൻ എന്ന വിധാനത്തിൽ ഞങ്ങളെല്ലാവരും തുല്യരാണ്. ഞങ്ങൾക്കുപരിയായി ഒരൊറ്റ ശക്തി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാൾ എല്ലാ ഭൗതിക അടിമത്വത്തിൽ നിന്നും, എല്ലാ അടിമകളുടെയും അടിമത്വത്തിൽ നിന്നും, എല്ലാ സൃഷ്ടികളുടെയും അടിമത്വത്തിൽ നിന്നും അയാൾ രക്ഷപ്പെടുന്നതോടുകൂടി ദൈവം മാത്രമേ എനിക്ക് മുകളിലുള്ളൂ എന്ന് വിചാരിക്കുന്നതോടുകൂടി അയാൾ ഒരാത്മാഭിമാനിയായി തീരുന്നു എന്നുള്ളതാണ്. ഇതാണ് ഈ ഏകദൈവ വിശ്വാസം കൊണ്ട് രണ്ടാമതായി ലഭിക്കുന്ന കാര്യം. ആത്മാഭിമാനിയാണ് എന്നതിനർത്ഥം അയാൾ അഹങ്കാരിയായി തീരുന്നു എന്നല്ല, മറിച്ച് അയാൾ വിനയാന്വിതനായി തീരുകയാണ് ചെയ്യുന്നത്. അയാൾ വിനയാന്വിതനാണ്. കാരണം ഏകനായ ആ സൃഷ്ടാവിൻ്റെ മുമ്പിൽ ഞാൻ വളരെ ചെറുതാണ്. അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടവൻ, അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കേണ്ടവൻ, അവനെ ഓരോ കാര്യത്തിലും ആശ്രയിക്കേണ്ടവൻ, അവനോട് ചോദിക്കേണ്ടവൻ, അവനിൽ നിന്ന് അറിയേണ്ടവൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ വിനയാന്വിതനാണ് എന്നുള്ള തോന്നലാണ് മൂന്നാമതായി ഉണ്ടായിത്തീരുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, അസാധാരണമായ ഒരു ആത്മവിശുദ്ധി ഒരു ഏകദൈവ വിശ്വാസിയിൽ വന്നു ചേരണം എന്നുള്ളതാണ്. അതായത് ആ ഈശ്വരൻ ഉള്ളും പുറവും അറിയുന്നവനാണ്. അവൻ എൻ്റെ ചെയ്തികളെ മാത്രമല്ല അറിയുന്നത്, ആ ചെയ്തികളുടെ പ്രചോദനം എന്ത് എന്നുകൂടി അറിയുന്നവനാണ്. ഞാൻ ഇവിടെ എന്തു ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല അവൻ അറിയുന്നത്, ഇത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ചോദന എന്താണ്, പ്രചോദനം എന്താണ് എന്നുകൂടി അവന് അറിയും എന്നതുകൊണ്ട് എൻ്റെ പ്രചോദനം പോലും വിശ്വസ്തമായി
വിശുദ്ധമായിരിക്കണം. എൻ്റെ പ്രവർത്തനം മാത്രം വിശുദ്ധമായിരുന്നാൽ പോരാ, ആ പ്രവർത്തനത്തിനുള്ള പ്രചോദനം പോലും വിശുദ്ധമായിരിക്കണം എന്ന വിചാരത്തിലൂടെ ആത്മീയ ശുദ്ധി ലഭിക്കുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള പ്രശ്നം. അതോടൊപ്പം തന്നെ വലിയ പ്രതീക്ഷ വിശ്വാസിയിൽ ഉണ്ടായിത്തീരുന്നു എന്നുള്ളതാണ്. ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു കഴിവ് വിശ്വാസിയിൽ ഉണ്ടായിത്തീരുന്നു. മാത്രമല്ല, ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളും അംഗീകരിക്കുവാനുള്ള, ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളും അംഗീകരിക്കുവാനുള്ള ഒരു വിചാരവും അദ്ദേഹത്തിൻ്റെ, ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടായിത്തീരുന്നു എന്നുള്ളതാണ് ശരിക്ക് ഏകദൈവ വിശ്വാസത്തിൻ്റെ സൽഫലങ്ങൾ എന്ന് പറയുന്നത്. ധാരാളം സൽഫലങ്ങളുണ്ട്. ഞാനതിൻ്റെ വിശാലതയിലേക്ക് ഇപ്പോൾ ചുരുങ്ങിയ സമയമായതുകൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഏകദൈവ വിശ്വാസം കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിൻ്റെ വിശ്വാസമായി എണ്ണിവരുന്ന രണ്ടാമത്തെ കാര്യം പ്രവാചകന്മാരിലുള്ള വിശ്വാസമാണ്. പ്രവാചകന്മാരിലുള്ള വിശ്വാസം, അതായത് ദൈവത്തെ നാം അനുസരിക്കണമെന്ന് തീരുമാനിച്ചാൽ, ഒരു ഏകദൈവ വിശ്വാസി തീരുമാനിക്കുന്നത് ഞാൻ ദൈവത്തെ അനുസരിക്കും, കാരണം ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തെ അനുസരിക്കുന്നു, അതിലുള്ള ഞാൻ മാത്രം, എനിക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള ചില മേഖലയിൽ മാത്രം ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാനും ആ ദൈവത്തെ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് ഒരു വിശ്വാസി തീരുമാനിക്കുന്നു. അങ്ങനെ വിശ്വാസി തീരുമാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അവൻ അന്വേഷിക്കുന്നു. പക്ഷെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അവൻ എവിടെയാണ് കണ്ടെത്തുന്നത്? ദൈവത്തിൻ്റെ കൽപ്പനകൾ അവൻ കണ്ടെത്തുന്നത് പ്രവാചകന്മാരിലാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളുമായി മനുഷ്യാരംഭം മുതൽ ഇതുവരെ കടന്നു വന്നിട്ടുള്ള പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാരെയാണ് അവൻ അന്വേഷിക്കേണ്ടത്. ആ പ്രവാചകന്മാരെ അന്വേഷിക്കുമ്പോൾ ആ പ്രവാചകന്മാരുടെ വചനങ്ങളും അതോടൊപ്പം തന്നെ ആ പ്രവാചകന്മാർ കൊണ്ടുവന്നിട്ടുള്ള വേദവാക്യങ്ങൾ, വേദഗ്രന്ഥങ്ങളും അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോ ദൈവത്തെ ആരാധിക്കാൻ വിചാരിക്കുന്നവൻ ആ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന വിധം ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ കൽപ്പനകൾക്കനുസരിച്ച് കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ വിചാരിക്കുന്നവൻ ആ പ്രവാചകന്മാർ നൽകിയ മൂല്യങ്ങൾക്കനുസരിച്ച് കുടുംബത്തെ സംവിധാനിക്കണം. ദൈവത്തിന്റെ കൽപ്പനകൾക്കനുസരിച്ച് സമൂഹത്തെ സംവിധാനിക്കാൻ വിചാരിക്കുന്നവൻ ആ പ്രവാചകന്മാർ കൊണ്ടുവന്നിട്ടുള്ള മാർഗങ്ങൾ, അവർ കൊണ്ടുവന്നിട്ടുള്ള വേദഗ്രന്ഥങ്ങൾക്കനുസരിച്ച് സമൂഹ നിർമ്മിതി നടത്തണം. ദൈവത്തിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ഗാന്ധിജിയൊക്കെ വിഭാവന ചെയ്തതുപോലുള്ള ഒരു രാഷ്ട്രം, അതായത് ദൈവകൽപ്പനകൾക്കനുസൃതമായിട്ടുള്ള, മൂല്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അവർ ആശ്രയിക്കേണ്ടത് ആ പ്രവാചകന്മാരെയും പ്രവാചകന്മാർ ഈ ലോകത്ത് കൊണ്ടുവന്നിട്ടുള്ള വേദഗ്രന്ഥങ്ങളെയുമാണ്. സമ്പദ്ഘടനയെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ശരിപ്പെടുത്തണമെന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ സമീപിക്കേണ്ടത് ഈ വേദഗ്രന്ഥങ്ങളെയും ആ വേദഗ്രന്ഥങ്ങൾ കൊണ്ടുവന്ന പ്രവാചകന്മാരെയുമാണ്. അപ്പോൾ ഇസ്ലാമിന്റെ രണ്ടാമത്തെ അടിസ്ഥാന വിശ്വാസം പ്രവാചകത്വം ആണ്. പ്രവാചകത്വം, ആ പ്രവാചകത്വം എന്ന വിശ്വാസത്തിൽ ഒന്ന് പ്രവാചകന്മാരിലുള്ള വിശ്വാസം ഉണ്ട്, അതോടൊപ്പം തന്നെ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസവും ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർത്തുകൊണ്ടാണ് പ്രവാചകത്വ വിശ്വാസം എന്ന് പറയുന്നത്. തൗഹീദ് എന്ന് ആദ്യത്തെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞല്ലോ. തൗഹീദ്, ആ തൗഹീദ് എന്ന് പറഞ്ഞതു പ്രകാരം ഈ പ്രവാചകത്വ വിശ്വാസം എന്നതിന് അറബി ഭാഷയിൽ പറയുന്ന പേര് റിസാലത്ത് എന്നാണ്. റിസാലത്ത്, പ്രവാചകത്വം എന്നാണ്. ആ പ്രവാചകത്വത്തിലുള്ള വിശ്വാസം പ്രവാചകന്മാരിലുള്ള വിശ്വാസമാണ്. അതോടൊപ്പം തന്നെ പ്രവാചകന്മാർ കൊണ്ടുവന്നിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമാണ് എന്നുള്ളതാണ്. ഈ പ്രവാചകത്വത്തെ കുറിച്ച് ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക്, മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്ര സൃഷ്ടി.
പ്രപഞ്ചത്തിന്റെ ഒരു കേന്ദ്ര സൃഷ്ടി. എന്ന് പറഞ്ഞാൽ ഭൗതികമായി അതിന്റെ സ്ഥലകാല സ്വഭാവത്തിൽ ഒരു കേന്ദ്രത്തിൽ നിൽക്കുന്നു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കാഴ്ചപ്പാടിൽ, ബാക്കിയുള്ള വിശദാംശങ്ങളൊന്നും അറിയില്ല, മനുഷ്യൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ഒരു കേന്ദ്ര സൃഷ്ടി എന്ന് പറയുന്നത്. ദൈവം, മനുഷ്യൻ, പ്രപഞ്ചം, അങ്ങനെയാണ്. പ്രപഞ്ചം മുഴുവൻ മനുഷ്യനെ സേവിക്കുന്നു. പ്രപഞ്ചം മനുഷ്യനെ സേവിക്കുവാനുള്ളതാണ്. മനുഷ്യനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് ജീവിതം സുഗമമാക്കാനുള്ള വിഭവങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. അപ്പൊ നമ്മൾ ശാന്തമായിട്ട് ആലോചിച്ച് നോക്കുക, മനുഷ്യന്റെ നിലനിൽപ്പ് ഈ പ്രപഞ്ചത്തിന് ആവശ്യമാണോ? മനുഷ്യനില്ലെങ്കിൽ ഈ പ്രപഞ്ചം നിലനിൽക്കുമോ? വളരെ ലഘുവായ ചോദ്യമാണ്. മനുഷ്യനില്ലെങ്കിൽ ഈ പ്രപഞ്ചം നിലനിൽക്കും. നിലനിൽക്കുമെന്ന് മാത്രമല്ല, ഇവിടെ ഒരു കുഴപ്പവും ഉണ്ടാവുകയുമില്ല. ആലുവാപ്പുഴ മുമ്പൊഴുകിയതുപോലെ തന്നെ ഇപ്പോഴും ഒഴുകും. പെരിയാർ മുമ്പൊഴുകിയതുപോലെ തന്നെ ഇപ്പോഴും ഒഴുകും. കാടുകളൊക്കെ മുമ്പുള്ളതിനേക്കാൾ സമ്പുഷ്ടമായി ഇന്നുണ്ടാകും, മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നില്ലെങ്കിൽ. പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങൾക്കും വളരെ സന്തോഷം. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു വസ്തുവിനൊരു തകരാറ് സംഭവിച്ചാൽ മനുഷ്യന് ജീവിതം സാധ്യമാണോ? ആകെക്കൂടി ലോകത്തുള്ള മനുഷ്യരെ ഒരു വലിയ മത്തിക്കൊട്ടയിലാക്കിയാൽ അതിൽ കൊള്ളും. കുറച്ച് വലിപ്പം വേണം മത്തിക്കൊട്ട എന്നേ ഉള്ളൂ. 1.25 മൈൽ നീളം, 1.25 മൈൽ വീതി, 1.25 മൈൽ ആഴം, ഇത്രയുള്ള ഒരു പെട്ടി ഉണ്ടാക്കിയാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൂടി അതിൽ പിടിച്ചിടാൻ പറ്റും. എന്നിട്ട് ശാന്തസമുദ്രത്തിലെ ഏതെങ്കിലും ഒരു കുഴിയിൽ കൊണ്ടുപോയി അങ്ങോട്ട് ആഴ്ത്തിയാൽ അങ്ങ് ആണ്ടുപോകും. കാരണം അത്രയേ ഉള്ളൂ മനുഷ്യൻ. എന്നാൽ ഈ ലോകത്ത് എന്ത് സംഭവിക്കും? സൂര്യൻ ജ്വലിച്ചുകൊണ്ടിരിക്കും, നക്ഷത്രങ്ങൾ പ്രകാശിച്ചുകൊണ്ടിരിക്കും, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കും, രാപ്പകലുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും, വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും, വായു സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളും അതിനനുസരിച്ച് ചരിച്ചുകൊണ്ടിരിക്കും. ഒന്നും പറ്റില്ല. പക്ഷേ ഒരു ദിവസം സൂര്യൻ ജ്വലിക്കാതിരുന്നാൽ, ഒരു ദിവസം ഭൂമി കറങ്ങാതിരുന്നാൽ, ഒരു ദിവസം രാപ്പകലുകൾ മാറി മാറി വരാതിരുന്നാൽ, ഒരു 5 മിനിറ്റ് വായു സഞ്ചരിക്കാതിരുന്നാൽ, ഒരു 10 മിനിറ്റ് വെള്ളം ഒഴുകാതിരുന്നാൽ മനുഷ്യന് ജീവിതം സാധ്യമാണോ? സാധ്യമല്ല. അപ്പോൾ ഈ പ്രപഞ്ചം മനുഷ്യനെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യന് പടച്ചവൻ ചില സ്വാതന്ത്ര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ചില സ്വാതന്ത്ര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ലതും ചീത്തയും വേർതിരിച്ചറിയാനും തനിക്ക് താല്പര്യമുള്ളത് തിരഞ്ഞെടുക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ്. ഇപ്പോ ഒരു പശു ഒരു കാളയുടെ മുമ്പിൽ എത്തുകയാണ്. ആ പശുവിനെ പ്രാപിക്കാനേ കാള കഴിയൂ. ഇതെന്റെ അമ്മ പശുവാണ്, അല്ലെങ്കിൽ മകൾ പശുവാണ്, എൻ്റെ സഹോദരി പശുവാണ്, ഞങ്ങൾ ഏക ഉദരത്തിൽ പിറന്നവളാണ്, അതുകൊണ്ട് എനിക്ക് അവളെ പ്രാപിച്ചുകൂടാ എന്ന് തീരുമാനിക്കാൻ പശുവിന് കഴിയില്ല. എന്നാൽ മനുഷ്യന്റെ മുമ്പിൽ ഒരു സ്ത്രീ വന്നുപെട്ടാൽ ഇതെന്റെ അമ്മയാണ്, അല്ലെങ്കിൽ പെങ്ങളാണ്, അല്ലെങ്കിൽ സഹോദരിയാണ്, അല്ലെങ്കിൽ തികച്ചും അന്യായ ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് ഞാൻ അവളെ പ്രാപിച്ചുകൂടാത്തതാണ്, എനിക്ക് വിഹിതമായിട്ടുള്ളത് എൻ്റെ ഭാര്യയാണ് എന്ന് തീരുമാനിക്കാനുള്ള ഒരു കഴിവ് മനുഷ്യനുണ്ട് എന്നുള്ളതാണ്. തന്നെ മുമ്പിൽ ഒരു ഗ്ലാസ് മദ്യവും ഒരു ഗ്ലാസ് പാലും കൊണ്ടുവന്ന് വെച്ചാൽ പാലൊഴിവാക്കി മദ്യം കഴിക്കാനും മദ്യം ഒഴിവാക്കി പാല് കഴിക്കാനും, രണ്ടും വേണ്ടെന്ന് വെക്കാനും രണ്ടും കഴിക്കാനുമുള്ള സ്വാതന്ത്ര്യം, ഇച്ഛ മനുഷ്യന് ലഭ്യമാണ് എന്നുള്ളതാണ്. ഇപ്പൊ മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം നൽകിയ ചില മേഖലകളുണ്ട്. ദൈവത്തെ തന്നെ അനുസരിക്കാം, ദൈവത്തെ തന്നെ ധിക്കരിക്കാം, പച്ചക്കളവ് പറയാം, പറയാതിരിക്കാം, വിശ്വസിച്ചവനെ വിശ്വസ്തത പുലർത്തിക്കൊണ്ട് സ്നേഹിക്കാം, വഞ്ചിക്കാം. രണ്ടിനും മനുഷ്യന് കഴിയും എന്നുള്ളതാണ്. ഇത് മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഈ സ്വാതന്ത്ര്യം നൽകപ്പെട്ട മേഖലകളിലെല്ലാം തന്നെ ദൈവത്തിന് ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ പ്രവാചകന്മാർ മുഖേനയും വേദഗ്രന്ഥങ്ങൾ മുഖേനയും മനുഷ്യനെ അറിയിച്ചിട്ടുണ്ട്.
സത്യമേ പറയാവൂ, വിശ്വസിക്കാച്ചാൽ വഞ്ചിക്കരുത്, ധർമ്മമേ പ്രവർത്തിക്കാവൂ, അധർമ്മം പ്രവർത്തിക്കാൻ പാടില്ല, ഇന്നത് ധർമ്മമാണ്, ഇന്നത് അധർമ്മമാണ്, ഇന്നത് നീതിയാണ്, ഇന്നത് അനീതിയാണ് എന്ന് ഈ വിഷയത്തിൽ മനുഷ്യന് ദൈവം തമ്പുരാൻ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ ആണ് ഈ ഭൂമിയിൽ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്ന് പറയുന്നു. ആ നിർദ്ദേശങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസം ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ ചില മേഖലകളിൽ സ്വാതന്ത്ര്യം നൽകുക മാത്രമല്ല, ആ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള മേഖലയിൽ ചില മൂല്യങ്ങൾ കൂടി, ചില നിർദ്ദേശങ്ങൾ കൂടി മനുഷ്യന് നൽകി എന്നുള്ളത് ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഖുർആൻ പറയുന്ന ഒരു വാചകമുണ്ട്, അർ റഹ്മാൻ, ദൈവം അപാരമായ ദയുള്ളവനാണ്, കാരുണ്യവാനാണ്. അല്ലമൽ ഖുർആൻ, അവൻ ഖുർആൻ പഠിപ്പിച്ചു, അഥവാ വേദഗ്രന്ഥം പഠിപ്പിച്ചു. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചു. അല്ലമഹുൽ ബയാൻ, സംസാരിക്കാനുള്ള കഴിവ് അവന് നൽകി. അപ്പം മനുഷ്യൻ എന്ന സവിശേഷമായ ഒരു സൃഷ്ടിയെ സൃഷ്ടിച്ചത് ഒരനുഗ്രഹമായി തീരുന്നത് ദൈവികമായ നിർദ്ദേശങ്ങൾ കൂടി അവന് നൽകിയത് കൊണ്ടാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പോൾ ദൈവിക നിർദ്ദേശങ്ങൾ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള മാർഗത്തെയാണ് റിസാലത്ത് അല്ലെങ്കിൽ പ്രവാചക നിർദ്ദേശങ്ങൾ, പ്രവാചകത്വത്തിലുള്ള വിശ്വാസം എന്ന് ഇസ്ലാം പറയുന്നത്. മൂന്നാമത്തെ വിശ്വാസം നമുക്കെല്ലാം പരിചയമുള്ളതുപോലെ പരലോകത്തിലുള്ള വിശ്വാസം. പരലോകം, പരലോകം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ലോകം അല്ലാത്ത ഒരു ലോകം എന്ന്, ഈ ലോകം അല്ലാത്ത മറ്റൊരു ലോകം. ഈ ലോകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ദൃശ്യപ്രപഞ്ചമാണിത്. ഈ പ്രപഞ്ചത്തിനപ്പുറം ഒരു ദൃശ്യപ്രപഞ്ചമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മനുഷ്യൻ എന്ന വ്യക്തിയുണ്ടല്ലോ, ഈ വ്യക്തിക്ക് ശരീരവും ആത്മാവുണ്ട്. ശരീരം ദൃശ്യപ്രപഞ്ചത്തിലാണ്, ആത്മാവ് അദൃശ്യപ്രപഞ്ചത്തിലാണ്. അത് അദൃശ്യമാണ്, ദൃഷ്ടികൾക്ക് ഗോചരമല്ല എന്ന് പറയുന്നത് പോലെ ഈ പരലോകം എന്നുള്ളത് ഈ പ്രപഞ്ചത്തിന് സമാന്തരമായി മറ്റൊരു ലോകവും കൂടിയുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ്. ഇതും മനുഷ്യജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരവും ആത്മാവും ചേർന്നതാണ്. ഈ ശരീരം ഇങ്ങനെ ആത്മാവോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഒരു നിശ്ചിത അവധി എത്തുമ്പോൾ ശരീരവും ആത്മാവും വേർപിരിയുന്നു. ആ ശരീരവും ആത്മാവും വേർപിരിയുന്നതിനെ നാം മരണം എന്ന് പറയുന്നു. മരണത്തോടുകൂടി ശരീരം നശിച്ചു പോകും. നശിച്ചു പോകും എന്ന് പറഞ്ഞാൽ ഇല്ലാതായി പോകുമെന്ന അർത്ഥത്തിലല്ല, ആ ശരീരത്തിന്റെ ഘടന അങ്ങ് നശിച്ചു പോകും. എന്നാൽ ആത്മാവിന് നാശം സംഭവിക്കുന്നില്ല. ആത്മാവ് സ്ഥായിയാണ്, അതിന് നാശം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. ആത്മാവിന് നാശം സംഭവിക്കുന്നില്ല എന്ന് മാത്രവുമല്ല, മരണത്തിന് മുമ്പ് അവൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലം മരണത്തിന് ശേഷം അവൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത്. മരണത്തിന് ശേഷം അവൻ സുഹൃതമാണ് ചെയ്തതെങ്കിൽ ആ സുഹൃതത്തിന്റെ ഫലം അവൻ അനുഭവിക്കും മരണത്തിന് ശേഷം. മരണത്തിന് മുമ്പ് ദൈവധിക്കാരിയായിക്കൊണ്ടും മനുഷ്യന്റെ ശത്രുവായിക്കൊണ്ടും അക്രമിയായിക്കൊണ്ടും ഇവിടെ വിഹരിച്ചിരുന്നവനാണെങ്കിൽ അവന് മരണത്തിന് ശേഷം അതിൻ്റെ ശിക്ഷയും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് പരലോക വിശ്വാസത്തിൻ്റെ ഏറ്റവും മൗലികമായ, ഒരു പക്ഷേ എല്ലാവർക്കും മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള വശം എന്ന് പറയുന്നത്. ഇത് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റാണ്, ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാട് അംഗീകരിക്കുന്നതോടുകൂടി ഒരു മനുഷ്യന് വിശുദ്ധനാകാതിരിക്കാൻ തരമില്ല എന്നുള്ളതാണ്.
അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു, പക്ഷേ നന്മകൾക്ക് നന്മ പ്രതിഫലം കിട്ടുമെന്നോ തിന്മകൾക്ക് ശിക്ഷ അനുഭവിക്കുമെന്നോ ഒരു വിചാരവുമില്ലെങ്കിൽ പിന്നെ ഏകദൈവ വിശ്വാസം കൊണ്ട് എന്ത് ഫലം? ദൈവ വിശ്വാസം ഫലപ്രദമാകണമെങ്കിൽ ഈ വിശ്വാസവും കൂടി അതിനോട് ചേർന്നു വരണം. അതുകൊണ്ട് തന്നെ ഖുർആൻ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ദൈവത്തിലും പരലോകത്തിലുമുള്ള വിശ്വാസം എന്ന് പറയുന്നത് കാണാൻ കഴിയും. അപ്പോഴാണ് മനുഷ്യന് സത്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ആ കാഴ്ചപ്പാട്, പരലോകത്തിലുള്ള വിശ്വാസം. പക്ഷെ കുറച്ചുകൂടി നാം വിശുദ്ധ ഖുർആനിലേക്ക് ആഴ്ന്നിറങ്ങി ചെല്ലുമ്പോൾ, പ്രവാചക വചനങ്ങളെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, ഖുർആൻ കുറെ കൂടി വിപുലമായ ഒരു ലോകം തന്നെ പരലോകവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പാകെ തുറന്നു വെക്കുന്നുണ്ട്. ഈ അടിസ്ഥാനം അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒരു വിശ്വാസി പോകും. വിശ്വാസി പോകുമ്പോൾ അയാൾക്ക് കാണാൻ കഴിയുന്നത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചത്തിലെ മനുഷ്യന്റെ ഈ രൂപത്തിലുള്ള ഒരു അധിവാസമുണ്ടല്ലോ, ആ അധിവാസത്തിന് ഒരു അതിർത്തിയുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, എന്നാൽ ദൈവത്തിന് മുമ്പിൽ തുറന്നു കിടക്കുന്ന ഭാവി വെച്ചുകൊണ്ട് ഒരു അതിർത്തി ഈ മനുഷ്യന്റെ അധിവാസത്തിനും മനുഷ്യൻ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തിനും ഉണ്ട്. ചിലപ്പോൾ മഹാപ്രളയം എന്നൊക്കെ പറയുന്ന ഒരാശയമായിരിക്കാമത്. അതായത് ഒരു ഘട്ടത്തിൽ ഈ ലോകം പാടെ അവസാനിക്കും, മനുഷ്യനും അവസാനിക്കും. അവസാനിക്കുമെന്നതിൻ്റെ അർത്ഥം എല്ലാം ശൂന്യമായി തീരണം എന്ന് നിർബന്ധമില്ല. മറിച്ച് ഖുർആൻ തന്നെ പറയുന്നത് പോലെ യൗമ തുബദ്ദലുൽ അർള് ഗൈറൽ അർള്, മറ്റൊരു പ്രപഞ്ചം രൂപപ്പെടുന്നതിനു വേണ്ടി ഈ പ്രപഞ്ചം ഈ നിൽക്കുന്ന അസ്തിത്വവും സ്വഭാവവും ഊരിവെക്കും എന്നുള്ളതാണ്. അതിനാണ് ഖിയാമത്ത് എന്ന് അറബിയിൽ പറയുന്നത്. ഖിയാമത്ത്, ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ ലോകാവസാന ദിവസം, മഹാപ്രളയ ദിനം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിന് ഭാഷ്യം ചമക്കാം. അപ്പോ ആ ഖിയാമത്തോടുകൂടി ലോകം അവസാനിക്കും. പിന്നെ ഈ ലോകത്തിന് മറ്റൊരു വരവുണ്ട്. ആ മറ്റേ വരവിലാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ആത്മാവ് അതിന്റെ ശരീരവുമായി ചേർന്നുകൊണ്ട് യഥാർത്ഥത്തിലുള്ള രക്ഷയും ശിക്ഷയും വിചാരണയും കാര്യങ്ങളുമെല്ലാം നടക്കുന്നത് എന്നുള്ളതാണ് ഇസ്ലാമിലെ പരലോക വിശ്വാസത്തിന്റെ വിശദാംശം എന്ന് പറയുന്നത്. ഈ മൂന്ന് വിശ്വാസങ്ങൾ, എൻ്റെ സമയം തീർന്നതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഈ മൂന്ന് വിശദാംശങ്ങൾ: ഒന്ന്, ഏക ദൈവ വിശ്വാസം; രണ്ട്, പ്രവാചകത്വത്തിലുള്ള വിശ്വാസം; മൂന്ന്, പരലോകത്തിലുള്ള വിശ്വാസം. ഈ മൂന്ന് വിശ്വാസങ്ങളാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസം. ഇനി മറ്റൊരു കാര്യവും കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതെന്താന്ന് വെച്ചാൽ, ഇസ്ലാമിനെ പരിചയപ്പെടാൻ നിങ്ങളൊരു പുസ്തകം എടുത്ത് വായിച്ചാൽ സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഈ വിശ്വാസത്രയങ്ങളല്ല വായിക്കേണ്ടി വരിക. സാധാരണഗതിയിൽ നിങ്ങൾക്ക് വായിക്കേണ്ടി വരിക 6 വിശ്വാസങ്ങളാണ്. ഇപ്പോൾ ഞാൻ 3 പറഞ്ഞിട്ടുള്ളൂ, 6 മനസ്സിലാകേണ്ടതില്ല. അന്ന് പറഞ്ഞത് 3 ഇവിടെ വന്നു നോക്കുമ്പോൾ 6 ഉണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ടതില്ല. ആ 6 ഞാൻ പറയാം. ഒന്ന്, അല്ലാഹുവിൽ വിശ്വസിക്കുക, അതായത് ഏകനായ ആ സ്രഷ്ടാവിൽ വിശ്വസിക്കുക. 2, അല്ലാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക. അല്പം വിശദീകരിക്കും ഞാൻ, അത് പിന്നീടാകാം. 3, അല്ലാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക, അല്ലാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കുക, അതായത് അല്ലാഹുവിൻ്റെ ദൂതന്മാരിൽ വിശ്വസിക്കുക. 1, അല്ലാഹുവിൽ വിശ്വസിക്കുക; 2, അല്ലാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക; 3, അല്ലാഹുവിൻ്റെ ദൂതന്മാരിൽ വിശ്വസിക്കുക; 4, അല്ലാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക, അതായത് വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക; 5, പരലോകത്തിൽ വിശ്വസിക്കുക; 6,
എല്ലാ നന്മയും തിന്മയും അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്, അഥവാ ഏകനായ ആ ഈശ്വരനിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കുക. ഇതാണ് 6 വിശ്വാസങ്ങൾ. ഇതിൽ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, മൂന്നാമത്തെയും 4ാമത്തെയും വിശ്വാസം നമ്മളിപ്പോൾ ഇവിടെ വിശദീകരിച്ചിട്ടുള്ള റിസാലത്ത് അഥവാ പ്രവാചക വിശ്വാസം എന്നതിനെ ഉൾക്കൊള്ളുന്നു. ദൂതന്മാരിലുള്ള വിശ്വാസവും അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസവും. പിന്നെ പരലോക വിശ്വാസം ഞാൻ പറഞ്ഞു. ആദ്യത്തെ വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസമാണ്. ആ ദൈവത്തിലുള്ള വിശ്വാസവും എല്ലാ നന്മകളും തിന്മകളും ദൈവത്തിങ്കൽ നിന്നുള്ളതാണ് എന്ന വിശ്വാസവും ചേർത്തുകൊണ്ടാണ് ഞാൻ ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ടും വിശദാംശങ്ങൾ നോക്കുമ്പോൾ അടിസ്ഥാനം ഒന്നു തന്നെയായിരിക്കും. പിന്നെ ഇതിൽ പരിചയമില്ലാത്ത, ഒരു പക്ഷേ പരിചയപ്പെടുത്തേണ്ടതുള്ള ഒരു വിശ്വാസമുണ്ട്. അത് മലക്കുകളിലുള്ള വിശ്വാസമാണ്. മലക്ക് എന്ന ഒരു സാങ്കേതിക ശബ്ദം അറബിയിലുണ്ട്. മാലാഖ എന്ന് മലയാളത്തിൽ നാം പറയുന്ന ഒരർത്ഥമുണ്ട്, മാലാഖ എന്നുള്ളത്. അതായത് ഈ ദൃശ്യപ്രപഞ്ചത്തിനപ്പുറത്തുള്ള ദൈവത്തിൻ്റെ സന്നിധാനത്തിലുള്ള സൃഷ്ടികളാണ് ശരിക്കും മാലാഖമാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നതനുസരിച്ച് ഈ മാലാഖമാരാണ് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം പ്രപഞ്ചം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഇച്ഛയാണ്, ആ ഇച്ഛയാണ് ഇവരിലൂടെ നടപ്പാക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇച്ഛ നടപ്പാക്കുന്നു എന്നുള്ള വിവരം നമ്മൾ ഒരു വിശ്വാസമായിട്ട് എന്തിനെടുക്കണം എന്ന് ചോദിച്ചാൽ അതിന് 2 മറുപടികളുണ്ട്. ഒന്നാമത്തെ മറുപടി, ഈ മാലാഖമാർ എന്നുള്ള സങ്കല്പം അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള വിവിധ മതങ്ങളിലുള്ള സങ്കല്പത്തെക്കുറിച്ച് ഉള്ള ഒരു വിചാരം, അവയും ദിവ്യത്വത്തിൽ പങ്കാളിത്തമുള്ളവരാണ് എന്നുള്ളതാണ്. അവർക്കും ദിവ്യത്വത്തിൽ പങ്കാളിത്തമുണ്ട്. പ്രവാചകന് ആഗതമാകുന്ന കാലത്ത് അറബികളിൽ മലക്കുകളിലുള്ള വിശ്വാസമുണ്ടായിരുന്നു. അവർ വിചാരിച്ചിരുന്നത് മലക്കുകൾ ദൈവത്തിന്റെ പെൺമക്കളാണ് എന്നതാണ്. അതിനു മുമ്പുണ്ടായിരുന്ന പല ജനതകൾക്കും ഈ മലക്കുകളിൽ വിശ്വാസമുണ്ടായിരുന്നു. അവർ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഇച്ഛകളിൽ സ്വാധീനമുള്ള, ദൈവത്തിന്റെ ചില അധികാരങ്ങൾ നൽകിയിട്ടുള്ള ആളുകളാണ് ഇവർ. അതുകൊണ്ട് അവരോട് പ്രാർത്ഥിച്ചാൽ മതി, അവരോട് പറഞ്ഞാൽ മതി, അവരുടെ മുമ്പിൽ കുമ്പിട്ടാൽ മതി, അവരെ ധ്യാനിച്ചാൽ മതി എന്നുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെയല്ല അവരുടെ അവസ്ഥ. നിങ്ങൾ നേരിട്ട് ദൈവവുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. ഇവർ അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായി തീർന്നുകൊണ്ട് ദൈവത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കുവാൻ അവർ കാരണമായി തീർന്നുകൂടാ എന്ന വിശ്വാസത്തെ വ്യക്തമാക്കുന്നതിനാണ് മലക്കുകളുള്ള വിശ്വാസം അവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൽ നിന്ന് പ്രവാചകനിലേക്ക് ദൈവിക സന്ദേശം വരണമല്ലോ. ദൈവിക സന്ദേശം വരണം. ആ ദൈവിക സന്ദേശം വരുന്നതിനുള്ള ഒരു മാർഗമുണ്ടാകണം. ആ മാർഗമാണ് മലക്കുകൾ എന്ന് പറയുന്നത്. ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് അതാണ്. അതായത് ദൈവത്തിൽ നിന്നുള്ള സന്ദേശം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് ദൈവത്തിന്റെ പ്രവാചകനിലേക്ക് കൊണ്ടുവരുന്ന ഒരു സൃഷ്ടിയിലുള്ള വിശ്വാസവും കൂടി ഈ പ്രവാചകത്വത്തിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഈ 2 വിഷയങ്ങളും ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്, കൃത്യത വരുത്തുന്നതിന് വേണ്ടിയാണ് മലക്കുകളുള്ള വിശ്വാസം എന്ന ഒരു വിശ്വാസവും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിന്റെ മാലാഖമാരിൽ വിശ്വസിക്കുക, ദൈവത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക, ദൈവത്തിന്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, എല്ലാ നന്മയും തിന്മയും ദൈവത്തിങ്കൽ നിന്നാണ് എന്ന് വിശ്വസിക്കുക എന്നീ 6 വിശ്വാസ കാര്യങ്ങളാണ് അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളായി എണ്ണുന്നത്. ചിലപ്പോൾ വിശ്വാസ കാര്യങ്ങൾ 70-ൽ പരമുണ്ട് എന്ന് വചനങ്ങളിൽ കാണാം. അവയെല്ലാം തന്നെ ഇതിൻ്റെ വിവിധ രൂപത്തിലുള്ള വിശദാംശങ്ങളും അതുപോലെ തന്നെ ഉപവിശ്വാസങ്ങളുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ശ്രമിച്ചത് വളരെ നിരപേക്ഷമായി ഇസ്ലാമിൻ്റെ വിശ്വാസം എന്ത് എന്ന് എനിക്ക് സാധ്യമാകുന്ന സ്വഭാവത്തിൽ ലളിതമായി മനസ്സിലാക്കി തരാനാണ്. ഒരു പക്ഷേ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും
കൃത്യമായി കിട്ടുന്ന ഒരു പുതിയ അറിവായിരിക്കാം. പക്ഷേ എല്ലാ വിഷയങ്ങളിലും കൃത്യതയിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. സമയത്തിൻ്റെ ചുരുക്കം കാരണം എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.